നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിരിക്കുന്ന ഓവർഹെഡ്സിനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചായിരുന്നു. ഒരു ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഓവർഹെഡ്സിനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം കിട്ടിയിരിക്കുന്ന ഓവർഹെഡ്സിനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യാൻ വേണ്ടിയുള്ള 5 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, തേർഡ് വൺ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, ഫോർത്ത് വൺ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഫിഫ്ത്ത് വൺ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആർ ഡയറക്ട്ലി അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒൺലി. ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിനെ തിരിച്ച് അപ്പോർഷൻ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ അപ്പോർഷൻ ചെയ്യുകയുള്ളൂ. അതും ഡയറക്റ്റ് ആയിട്ടാണ് അപ്പോർഷൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊപ്പോർഷൻ നമ്മുടെ ക്വസ്റ്റിന് ഡയറക്റ്റായിട്ട് തന്നിരിക്കും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവരുടെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊപ്പോർഷൻ ക്വസ്റ്റിനിൽ ഡയറക്റ്റായിട്ട് തന്നിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫോളോയിങ് ഡാറ്റ വർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബുക്സ് ഓഫ് ലൈറ്റ് എഞ്ചിനീയറിംഗ് കമ്പനി ഫോർ ദ ഹാഫ് ഇയർ എൻഡിങ് 30th September 2010. Calculate the departmental overhead rates for each of the production departments, assuming that the overheads are recovered as a percentage of direct wages. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ലൈറ്റ് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ഒരു ഹാഫ് ഇയർ എൻഡിങ് 30th September 2010 അവസാനിക്കുന്ന ഒരു ഹാഫ് ഇയറിലെ ഡാറ്റാസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് ഫോർ ഈച്ച് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അസ്യൂമിങ് ദാറ്റ് ഓവർഹെഡ്സ് ആർ റിക്കവേർഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ഓവർഹെഡ്സ് റിക്കവേർഡ് ചെയ്യുന്ന ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണെന്ന് പറയുന്നുണ്ട്. നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ്സ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് തരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് തരുന്ന ഒരു ഇൻഫോർമേഷനാണ്. അത് നമ്മൾ ഏറ്റവും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതിന് ശേഷമാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കത് ലാസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് തന്നിരിക്കുന്ന ഐറ്റംസ് ഇതാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഐറ്റംസ് ഇതാണ്. ഐറ്റം കോളം, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ ആണ്. എന്ന് വെച്ചാൽ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് തന്നിരിക്കുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ 7,000, ബിയുടെ 6,000, സിയുടെ 5,000, എക്സിൻ്റെ 1,000, ദെൻ വൈയുടെ 1,000. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. എയുടെയും ബിയുടെയും സിയുടെയും അതുപോലെ എക്സിൻ്റെയും വൈയുടെയും തന്നിട്ടുണ്ട്. ദെൻ എംപ്ലോയീസിൻ്റെ നമ്പർ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 200, 150, 150, 50, 50 എന്ന് പറഞ്ഞ്. ഇലക്ട്രിസിറ്റി കിലോ വാട്ട് അവേഴ്സാണ്. 8,000, 6,000, 6,000, 2,000, 3,000 എന്ന് വന്നിട്ടുണ്ട്. ലൈറ്റ് പോയിൻ്റ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 10, 15, 15, 5, 5. പിന്നെ അസറ്റ് വാല്യൂ തന്നിരിക്കുന്ന റുപ്പീസ് ഇൻ 1000-ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് 50, 30 എന്നാണ്. 50,000, 30,000 ആണുള്ളത്. നമുക്ക് ഷോർട്ടായിട്ട് 50, 30, 20, 10 ആൻഡ് 10 എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ദെൻ ഏരിയ ഓക്യുപ്പൈഡ് 800, 600, 600, 200, 200 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത കോളം നോക്കുക. ഇത് എക്സ്പെൻസസ് ഫോർ 6 months വേറെ. ഈ 6 മാസത്തെ എക്സ്പെൻസസ് ആണ് തന്നിരിക്കുന്നത്. എക്സ്പെൻസ് തന്നിരിക്കുന്ന ഇതാണ്. സ്റ്റോർസ് ഓവർഹെഡ് ₹400, മോട്ടീവ് പവർ ₹1,500, ഇലക്ട്രിക് ലൈറ്റിംഗ് 200, ലേബർ വെൽഫെയർ ₹3,000, ഡിപ്രീസിയേഷൻ ₹6,000, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 1,200, ജനറൽ ഓവർഹെഡ്സ് 10,000, റെൻറ്റ് ആൻഡ് ടാക്സസ് 600. എന്ന് വെച്ചാൽ ഈ 6 മാസത്തെ ഈ ഫാക്ടറിയിലെ ഓവർഹെഡ്സ് ആണ് തന്നിരിക്കുന്നത്. എക്സ്പെൻസസ് ആണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എക്സ്പെൻസസിനാണ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിക്കേണ്ടത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എ, ബി, സിയും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ എക്സിൻ്റെയും വൈക്കും നമ്മൾ ഈ ഓവർഹെഡ്സ് ആണ് വീതിച്ചു കൊടുക്കേണ്ടത്. പിന്നെ പറയുന്നത് എന്താ? അപ്പോർഷൻ ദ എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:3 ആൻഡ്
and that of Department Y in proportion to direct wages to Department A, B and C respectively. ഇവിടെ പറയുന്നത് നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സും വൈയും ആണല്ലേ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സും വൈയും ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി, സിയും ആണ്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സിൻ്റെ ഓവർഹെഡ്സിനെ എയ്ക്കും ബിക്കും സിക്കും വീതിച്ചു കൊടുക്കുന്നത് 4:3:3 എന്ന അനുപാതത്തിലാണ്. അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ എയ്ക്കും ബിക്കും സിക്കും ഓവർഹെഡ്സിനെ വീതിച്ചു കൊടുക്കുന്ന ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണ്. എന്ന് വെച്ചാൽ ഇവിടെ റീ അപ്പോർഷൻമെൻ്റ് ആണ് പറയുന്നത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രൊപ്പോർഷനാണ് പറയുന്നത്. എക്സ് 4:3:3 എന്ന അനുപാതത്തിലും വൈ ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലും റീ അപ്പോർഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമാണ് ഈ ലാസ്റ്റ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും രണ്ടും ഇവിടെ ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെഡിങ് എഴുതുമ്പോൾ നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് മാത്രമോ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് മാത്രം എഴുതാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഹെഡിങ് എഴുതേണ്ടത് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും ചെയ്യണം, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും ചെയ്യണം. കാരണം തന്നിരിക്കുന്ന ഓവർഹെഡ്സിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഫസ്റ്റ് അപ്പോർഷൻ ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർഹെഡ്സിനെ തിരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈമറി നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അതിനുശേഷം സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 2 കോളമായിട്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളം തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയുള്ള അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കോളമാണ്, ബേസ് കോളമാണ്. രണ്ടാമത്തെ കോളം തന്നിരിക്കുന്നതാണ് ഓവർഹെഡ്സ്. കാരണം ഇത് എക്സ്പെൻസസ് ഫോർ 6 months എന്ന് പറയുന്നത് തൊട്ടാണ് നമ്മുടെ ഓവർഹെഡ്സ്. ആ ഓവർഹെഡ്സാണ് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ പ്രൊപ്പോർഷൻ കോളം നോക്കണം. പ്രൊപ്പോർഷൻ കോളം നോക്കുമ്പോൾ അതിനകത്തൊരു ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും തന്നിട്ടുണ്ട്. ഈ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയൽസും റുപ്പീസിലാണ് തന്നിരിക്കുന്നത്. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നിട്ടുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, അത് ഓവർഹെഡ്സ് അല്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ ഓവർഹെഡ്സ് ആവുള്ളൂ. അപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഈ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയൽസും ഡയറക്റ്റ് എക്സ്പെൻസസ് ഓവർഹെഡ്സ് അല്ല. പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന ഈ ഡയറക്റ്റ് എക്സ്പെൻസസുകൾ നമ്മൾ ഓവർഹെഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിനെല്ലാം എക്സ്പെൻസസിനെല്ലാം നമ്മൾ വീതിക്കണം. അതുകൊണ്ട് തന്നെ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന ഈ ഡയറക്റ്റ് എക്സ്പെൻസസുകളെ നമ്മൾ ഓവർഹെഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഓവർഹെഡ്സിനെ മാത്രം നമ്മൾ അപ്പോർഷൻ ചെയ്യും. എന്നുവെച്ചാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അപ്പോർഷൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ ഡയറക്റ്റ് വേജസിനെയും ഡയറക്റ്റ് മെറ്റീരിയൽസിനെയും നമ്മൾ ഓവർഹെഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ട ഇതാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ ഈ അപ്പോർഷൻ ചെയ്യേണ്ട ഈ കോളത്തിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മളത് ഫസ്റ്റ് അപ്പോർഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് അതുപോലെയാണ്. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയാണ് കോളം വരയ്ക്കേണ്ടത്. ഐറ്റം കോളം വേണം, ബേസ് കോളം വേണം, ടോട്ടൽ കോളം വേണം. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ. ഈ രീതിയിൽ എഴുതണം. എഴുതിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് നമ്മൾ ഡയറക്റ്റ് ബേസ് കോളത്തിൽ ഡയറക്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞ് എഴുതണം. കാരണം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കാരണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ എത്രയാണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ എത്രയാണ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞ് വേണം നമ്മൾ എഴുതാൻ. ഡയറക്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ ടോട്ടൽ 2000 ആണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എക്സിൻ്റെ 1000, വൈയുടെ 1000, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2000 ആണ് വരുന്നത്. ദെൻ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുക്കുന്നില്ല, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. എക്സിൻ്റെ 1000, വൈയുടെ 1000, അങ്ങനെ ടോട്ടൽ 2000. അതുപോലെ തന്നെ രണ്ടാമത്തെ ഐറ്റം എന്താ, ഡയറക്റ്റ് മെറ്റീരിയൽസ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽസും ഡയറക്റ്റ് അലോക്കേഷനാണ്. ടോട്ടൽ 2500 ആണ്. എയുടെയും ബിയുടെയും സിയുടെയും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എക്സിൻ്റെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെയും വൈയുടെ എടുക്കുന്നുള്ളൂ. 1500, 1000, അങ്ങനെ 2500 ആണ്. 2500 നമ്മൾ ടോട്ടൽ കോളത്തിൽ എഴുതിയിട്ട് ഈ രീതിയിൽ എഴുതുന്നു. ഇപ്പം നമ്മൾ ഓരോ ഓവർഹെഡ്സും തന്നിരിക്കുന്ന അടുത്ത കോളത്തിൽ തന്നിരിക്കുന്ന ഓരോ ഓവർഹെഡ്സിനെന്ന് വെച്ചാൽ ഓരോ എക്സ്പെൻസസിനെയും സൂട്ടബിൾ ആയിട്ടുള്ള ബേസിസിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ വീതിച്ച് കൊടുക്കണം. ഫസ്റ്റ് തന്നിരിക്കുന്നത് സ്റ്റോർസ് ഓവർഹെഡ്സ് ആണ്. നമുക്കറിയാം സ്റ്റോർസ് ഓവർഹെഡ്സിന് നമ്മൾ വീതിച്ച് കൊടുക്കേണ്ടത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിസിലാണ്. ആ ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് 20 അപ്പോർഷൻമെൻറ്റ് തന്നിട്ടുണ്ട്. അത് 20 നിങ്ങൾ പഠിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് സ്റ്റോർസ് ഓവർഹെഡ്സിൻ്റെ അപ്പോർഷൻമെൻറ്റ് ഡയറക്റ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഡയറക്റ്റ് മെറ്റീരിയൽ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിയാൽ ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിരിക്കുന്നത് ഇതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 3000, 2500, 2000, 1500, 1000 അല്ലേ, ഈ രീതിയിലാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ 30:25:20:15:10 എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ വെക്കാം, 6:5:4:3:2 എന്ന അനുപാതം എന്ന് വെച്ചാൽ 5ൻ്റെ അല്ലേ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കിട്ടും. എന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ടായിട്ട് 30:25:20:15:10 എന്ന് പറഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6:5:4:3:2 എന്ന അനുപാതത്തിൽ നമുക്ക് എടുക്കാം. ദെൻ ഇതേ അനുപാതത്തിൽ എടുത്താൽ തെറ്റൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇനി ഷോർട്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ 3000:2500:2000:1000:1500:1000 എടുത്താലും തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏതെടുത്താലും ടോട്ടൽ കൂട്ടി എഴുതുമ്പോൾ നമുക്ക് വലിയ എമൗണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂട്ടാനും എളുപ്പമുള്ളതുകൊണ്ടാണ് നമ്മൾ ഷോർട്ടായിട്ട് എടുക്കുന്നത്. നമ്മൾ ഷോർട്ടായിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ വരുന്നത് 6:5:4:3:2 എന്ന അനുപാതം വന്നു. ദെൻ ഡയറക്റ്റ് സ്റ്റോർസ് ഓവർഹെഡ്സിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നത് ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് 400 ആണ്. ഈ 400ന് എ, ബി, സി അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ എക്സിനും വൈക്കും വീതിച്ച് കൊടുക്കണം. നമ്മൾ എക്ക് വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്, 400 × എയുടെ 6 ആണ്. 6 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ വന്നാൽ 20 ആണ്. അപ്പോൾ 400 × 6/20 എന്ന് പറയുന്നത് 120 ആണ്. ദെൻ ബിക്ക് നമ്മൾ വീതിച്ച് കൊടുക്കണം. ബിക്ക് എങ്ങനെ വീതിച്ച് കൊടുക്കുന്നത്, ഈ 400നെ വീതിച്ച് കൊടുക്കണം. 400 × ബിയുടെ 5 ആണ്. 5 ഡിവൈഡ് ബൈ 20 എന്ന് പറയുന്നത് 100 ആണ്. ദെൻ സിക്ക് വീതിച്ച് കൊടുക്കണം. 400 × സിയുടെ 4 ആണ്. 4 ഡിവൈഡ് ബൈ 20 ഇതിൻ്റെ ടോട്ടൽ 20 ആണ്. 20 എന്ന് പറയുന്നത് 80 ആണ്. ദെൻ നമ്മൾ എക്സിന് വീതിച്ച് കൊടുക്കണം. എക്സ് എങ്ങനെ വീതിച്ച് കൊടുക്കുന്നത്, 400 × എക്സിൻ്റെ 3 ആണ്. 3 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 20 ആണ്. 20 എന്ന് പറയുന്നത് 60 ആണ്. അതുപോലെ തന്നെ നമ്മൾ വൈക്കും വീതിച്ച് കൊടുക്കാം. ദെൻ അടുത്തത് നോക്കുക, അടുത്ത ഐറ്റം തന്നിരിക്കുന്ന മോട്ടീവ് പവറാണ് അല്ലേ. അടുത്ത് തന്നിരിക്കുന്ന മോട്ടീവ് പവറാണ്. മോട്ടീവ് പവർ ഏതിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുന്നത്, കിലോ വാട്ട് അവേഴ്സ്. അപ്പം ക്വസ്റ്റിന് കിലോ വാട്ട് അവേഴ്സ് വന്നിട്ടുണ്ട്. കിലോ വാട്ട് അവേഴ്സ് വന്നിരിക്കുന്നത് ഇവിടെ നോക്കുക. കിലോ വാട്ട് അവേഴ്സ് 8000, 6000, 6000, 2000, 3000. നമ്മളത് ഷോർട്ടായിട്ട് എടുക്കുമ്പോൾ എങ്ങനെ ഇടുന്നത്, 4:, നമ്മൾ ഷോർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും, കിലോ വാട്ട് അവേഴ്സ് 8:6:6:2:3 എന്ന അനുപാതത്തിൽ എടുക്കുക അല്ലേ. 8:6:6:2:3 എന്ന അനുപാതത്തിൽ നമ്മൾ എടുക്കുന്നു ഷോർട്ടായിട്ട്. അതിൻ്റെ 1000 30 മാറ്റിയിട്ട് നമ്മൾ ഷോർട്ടായിട്ട് എടുക്കുന്നു. അത് നമുക്കിവിടെ തന്നിരിക്കുന്ന മോട്ടീവ് പവറിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് എത്രയാണ്, 1500 ആണ്. ഈ 1500നെയും നമ്മൾ എ, ബി, സി അതുപോലെ XY ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. നമ്മളെങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ എക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്, എക്ക് 1500 ആണ് അല്ലേ. 1500 × 8 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ എത്ര വരുന്നത്, 25 അല്ലേ, 25. അപ്പം 1500 × 8 ഡിവൈഡ് ബൈ 25 ആണ് ഇത് ഇവിടെ എക്ക് വരുന്നത്. ദെൻ ബിക്ക് എങ്ങനെ വരും, 1500 അല്ലേ, 1500 × ബിയുടെ 6 ആണ്. 6 ഡിവൈഡ് ബൈൻ്റെ ടോട്ടൽ 25 ആണ്. അപ്പം 360 വരും. ദെൻ സിക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത്, അത് തന്നെ 1500 × 6 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 25 ആണ്. 25 ആ രീതിയിൽ നമ്മൾ എക്സിനും വൈക്കും എല്ലാം അപ്പോർഷൻ ചെയ്യുക. ദെൻ അടുത്തത് ഇലക്ട്രിക് ലൈറ്റിംഗ് ആണ്. ഇലക്ട്രിക് ലൈറ്റിങ്ങിൻ്റെ നമുക്കറിയാം, ബേസ് അറിയാം, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഇതാണ്. 10, 15, 15, 5 നമ്മൾ ഷോർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ 2:3:3:1:1 എന്ന അനുപാതത്തിൽ നമ്മൾ എടുക്കുന്നു. ഇത് 2:3:3:1:1 എന്ന അനുപാതത്തിൽ നമ്മൾ എടുക്കുന്നു. then അതിൻ്റെ ടോട്ടൽ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ലൈറ്റിൻ്റെ ടോട്ടൽ തന്നിരിക്കുന്നത് 200 ആണ്. then 200 നമ്മൾ അപ്പോർഷൻ ചെയ്യണം അല്ലേ. 200 നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2:3:3:1:1 എന്ന അനുപാതത്തിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രൊപ്പോർഷൻ എടുക്കാൻ അറിയുന്ന നോക്കുക. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ് 10:15:15:5:5 അല്ലേ. അത് നമ്മൾ പ്രൊപ്പോർഷൻ എടുക്കുന്ന ഇങ്ങനെയാണ്. ഇതിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ളത് എത്ര, 5 ആണ് അല്ലേ. 5 അപ്പം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള അതിനകത്ത് ഫാക്ടർ ഏതാണുള്ളത് അത് നമ്മൾ മാറ്റുന്നു, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ 2 വരും അല്ലേ.
5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. ഇവിടെ 3 കൊണ്ട് ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. ഇപ്പം 2:3:3:1:1 ആ രീതിയിൽ വേണം ചെയ്യാനേ. അപ്പോൾ നമ്മൾ അതുപോലെയാണ് നമ്മളിവിടെ എടുത്തത്. നമ്മൾ 200 നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ വീതിച്ച് കൊടുക്കുമ്പോൾ എക്ക് എങ്ങനെ വീതിച്ച് കൊടുക്കുന്നത് 200 ഇൻറ്റു എയുടെ 2 ആണ്. 2 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 10 ആണ്. 200 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 10 40 വരും. ബിക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ 200 ഇൻറ്റു ബിയുടെ 3 ആണ്. 3 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 60 ആണ്. ദെൻ സിക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് 200 ഇൻറ്റു സിയുടെ 3 ആണ്. 3 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 10 ആണ്. ദെൻ അതുപോലെ തന്നെ എക്സിന് വീതിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് 200 ഇൻറ്റു എക്സിൻ്റെ 1 ആണ്. 1 ഡിവൈഡ് ബൈ 10. ദെൻ അതുപോലെ തന്നെ വൈക്ക് വീതിച്ച് കൊടുക്കുക 200 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 20 ആണ്. ഈ രീതി വേണം ചെയ്യാൻ. അടുത്തത് ലേബർ വെൽഫെയർ. അടുത്ത പോസ്റ്റ് തന്നിരിക്കുന്ന ലേബർ വെൽഫെയർ ആണ്. ലേബർ വെൽഫെയറിൻ്റെ ബേസ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. ലേബർ വെൽഫെയറിൻ്റെ അപ്പോർഷൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബേസ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് നോക്കുക. നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിരിക്കുന്നതാണ് 200 150 150 50 50. നമ്മളത് ഷോർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള 0 ആദ്യമേ നമ്മൾ കളയണം. 0 കളഞ്ഞ് കഴിയുമ്പോൾ എത്ര വരും? 20:15:15:5:5. then ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് 5 ഉണ്ട്. നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 4:3:3:1:1 എന്ന അനുപാതം വരും. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷൻ എഴുതുക. 4:3:3:1:1 എന്ന പ്രൊപ്പോർഷൻ അനുപാതം നമ്മൾ എഴുതുക. ലേബർ വെൽഫെയറിൻ്റെ ടോട്ടൽ എമൗണ്ട് തന്നിരിക്കുന്നത് 3000 ആണ്. ഈ 3000 നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കണം. ഇപ്പം എക്ക് വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്? 3000 ഇൻറ്റു എയുടെ 4 ആണ് അല്ലേ. 4 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പം 1000 കിട്ടും. ദെൻ ബിക്ക് വീതിച്ച് കൊടുക്കുക എങ്ങനെ വരും? 3000 ടോട്ടൽ 3000 ആണ്. 3000 ഇൻറ്റു 3 അല്ലേ. 3 എന്ന് പറയുന്നത് ബിയുടെയാണ്. ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 12 ആണ്. അങ്ങനെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കുക. ദെൻ അടുത്ത ഐറ്റം നോക്കുക. തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താ? അസറ്റ് വാല്യൂ ആണ് അല്ലേ. ഡിപ്രീസിയേഷൻ്റെ ബേസ് അസറ്റ് വാല്യൂ ആണ്. അസറ്റ് വാല്യൂ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അസറ്റ് വാല്യൂ തന്നിരിക്കുന്നത് അസറ്റ് വാല്യൂ 5 അല്ലേ. 50 30 20 10 നമ്മളത് ഷോർട്ടായിട്ട് എഴുതും. 5:3:2:1:1 അതിൻ്റെ 0 കളഞ്ഞിട്ട് നമ്മൾ പ്രൊപ്പോർഷൻ എടുക്കുക. 5:3:2. അസറ്റ് വാല്യൂവിൻ്റെ പ്രൊപ്പോർഷൻ 5:3:2:1:1 ആണ് അല്ലേ. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 6000 ആണ്. ഈ 6000 നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കണം. എക്ക് വീതിച്ച് കൊടുക്കുന്നത് 6000 ഇൻറ്റു എയുടെ 5 ആണ്. 5 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 12 ആണ്. അങ്ങനെ അടുത്ത ബിക്ക് വീതിച്ച് കൊടുക്കുക. 6000 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 1500 കിട്ടുന്നു. ഇങ്ങനെ നമ്മൾ സിക്കും എക്സിനും വൈക്കും വീതിച്ച് കൊടുക്കുക. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. ക്വസ്റ്റിന് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് തന്നിട്ടുണ്ട്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 1200 തന്നിട്ടുണ്ട്. എമൗണ്ട് കൊടുത്തിട്ട് 1200 എഴുതുക ടോട്ടൽ കൊടുത്തിട്ട്. ദെൻ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ട അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിലാണ്. അസറ്റ് വാല്യൂവിൻ്റെ ബേസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 5:3:2:1:1 നമ്മളത് എഴുതുക. നമ്മളത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കുന്നത് എക്സിന് എങ്ങനെ എക്ക് എങ്ങനെ വീതിച്ച് കൊടുക്കുന്നത്? എക്ക് 1200 ഇൻറ്റു എയുടെ 5 ആണ്. 5 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 12 ആണ്. ഈ രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ വീതിച്ച് കൊടുക്കുക. ദെൻ ജനറൽ ഓവർഹെഡ് ആണ്. ജനറൽ ഓവർഹെഡ്സ് ബേസിസ് വന്നിരിക്കുന്നത് ജനറൽ ഓവർഹെഡ്സ് നമ്മൾ അപ്പോർഷൻ ചെയ്യാനുള്ള ബേസിസ് ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഡയറക്റ്റ് വേജസിൻ്റെ പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് പ്രൊപ്പോർഷൻ. ഡയറക്റ്റ് വേജസ് തന്നിരിക്കുന്നത് 7000 6000 5000 1000 1000 ആണ്. നമ്മൾ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ ഈ 1000 എന്ന് വെച്ചാൽ 3 0 മുഴുവൻ കളയുക. 7:6:6:5:1:1 എന്ന അനുപാതം എടുക്കുക. അപ്പോൾ നമ്മൾ 7:6:5:1:1 എന്ന അനുപാതം എടുത്തു. ദെൻ ജനറൽ ഓവർഹെഡ്സിൻ്റെ ടോട്ടൽ 10,000 ആണ്. 10,000 നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് കൊടുക്കുന്ന എക്ക് വീതിച്ച് കൊടുക്കുന്ന 10,000 ഇൻറ്റു 7 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 20 ആണ്. നമ്മൾ ബിക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ 10,000 ഇൻറ്റു 6 ബിയുടെ 6 ആണ്. 6 ഡിവൈഡ് ബൈ 20 അത് നമ്മൾ സിക്കും എക്സിനും വൈക്കും നമ്മൾ വീതിച്ച് കൊടുക്കാം. അടുത്തത് തന്നിരിക്കുന്നത് റെൻറ്റ് ആൻഡ് ടാക്സസ് ആണ്. റെൻറ്റ് ആൻഡ് ടാക്സസ് അപ്പോർഷൻ ചെയ്യേണ്ടത് ഏരിയയുടെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. ദെൻ ഏരിയയുടെ ബേസിസ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഏരിയ നോക്കിയേ.
ഏരിയ ഓക്യുപ്പൈഡ് എന്ന് പറയുന്നത് 800, 600, 600, 200, 200 ആണ്. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ 2 0 മാറ്റും. അപ്പോൾ 8:6:6:2:2 എന്ന് പറയും. വീണ്ടും നമുക്കതിന് ഷോർട്ട് ആക്കാൻ പറ്റും, കാരണം എല്ലാത്തിനും കോമൺ ആയിട്ട് 2 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരും. 4 ഇവിടെ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. അപ്പോൾ 4:3:3:1:1 എന്ന അനുപാതം വരും. നമ്മൾ ആ അനുപാതം എഴുതുക. എന്താ 4:3:3:1:1 എന്ന അനുപാതം എഴുതുക. ദെൻ റെൻറ്റ് ആൻഡ് ടാക്സസിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നത് 600 ആണ്. ഈ 600നെ ഈ പ്രൊപ്പോർഷനിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിക്കുക. വീതിച്ചതിന് ശേഷം ഇത്രയേ ഉള്ളൂ അല്ലേ, ഈ റെൻറ്റ് ആൻഡ് ടാക്സസ് വരെ തന്നിട്ടുള്ളൂ. ഈ റെൻറ്റ് ആൻഡ് ടാക്സസ് വരെ എഴുതിയതിന് ശേഷം നമ്മൾ ടോട്ടൽ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടോട്ടൽ കോളം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 27,400 കിട്ടുന്നു. നമ്മളത് അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ ടോട്ടൽ ചെയ്താൽ മാത്രം മതി. ദെൻ അടുത്തത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ടോട്ടൽ ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ടോട്ടൽ ചെയ്യുമ്പം 8,340 കിട്ടുന്നു. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 6,220 കിട്ടുന്നു. ദെൻ സിയുടെ 5,100 കിട്ടുന്നു. ദെൻ എക്സിൻ്റെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ 4,100 കിട്ടുന്നു. വൈയുടെ 3,640 കിട്ടുന്നു. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമ്മളെന്താ ഓവർ ഹെഡ്സ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഓവർ ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ്സ് ഇതാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ 8,340, ബിയുടെ 6,220, സിയുടെ 5,100, എക്സ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ 4,100, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ 3,640 എന്ന് വെച്ചാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിരിക്കുന്ന ഈ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 4,100 അല്ലേ, 4,100ഉം 3,640 നമ്മൾ ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീതിക്കേണ്ടത്. ഇതാണ് നമ്മൾ തിരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വീതിച്ച് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് ഈ ഇവിടം വരെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. ഈ ടോട്ടൽ വരെ കണ്ടുപിടിക്കുന്നതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഇനിയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഡയറക്റ്റായിട്ട് ക്വസ്റ്റിനിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ ഡയറക്റ്റായിട്ട് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. ആ പ്രൊപ്പോർഷനിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം വീതിച്ചു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ടോട്ടൽ ഓവർ ഹെഡ്സ് ആയ 4,100 നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സിക്ക് അപ്പോർഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ 4,100 വീതിക്കണം. അപ്പോൾ 4,100 വീതിച്ച് കഴിയുമ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിന് ഓവർ ഹെഡ്സ് ഒന്നും ഉണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ 0 ആകണം. അതിന് വേണ്ടി വീതിച്ച് കഴിയുമ്പോൾ ഈ 4,100 0 ആകാൻ വേണ്ടി നമ്മളിവിടെ -4,100 എന്ന് കാണിക്കുക. എന്ന് വെച്ചാൽ വീതിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം മൈനസ് ഇടുക, -4,100 കൊടുക്കുക. എന്ന് വെച്ചാൽ തൊട്ടടുത്ത കോളത്തിൽ. എന്നിട്ട് നമ്മളിവിടെ എഴുതേണ്ടത് എക്സ്പെൻസസ് ഓഫ് എക്സ് അല്ലേ, എക്സിൻ്റെയാണ് എക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ്സിനാണ് നമ്മൾ റീ അപ്പോർഷൻ ചെയ്യേണ്ടത് അല്ലേ എക്സിൻ്റെ. അപ്പോൾ എക്സ് നമ്മൾ എഴുതുക എക്സ്പെൻസസ് ഓഫ് എക്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ എക്സിൻ്റെ ഓവർ ഹെഡ്സിന് നമ്മൾ റീ അപ്പോർഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ ക്വസ്റ്റിന് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് 4:3:3 എന്ന അനുപാതം എന്ന് പറയുന്നുണ്ട്. 4:3:3 എന്ന അനുപാതത്തിൽ എ ബി സിക്ക് അപ്പോർഷൻ ചെയ്യുകയെന്ന് വെച്ചാൽ എയ്ക്ക് 4 ആയിരിക്കും, ബിക്ക് 3 ആയിരിക്കും, സിക്ക് 3 ആയിരിക്കും. ഈ ബേസിസിൽ വേണം അപ്പോർഷൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതിനെ വീതിക്കേണ്ട 4,100. അപ്പോൾ അടുത്ത കോളത്ത് നമ്മൾ 4,100 എന്ന് പറഞ്ഞ് എഴുതുക. -4,000. ഈ 4,100നെ എയ്ക്കും ബിക്കും സിക്കും നമ്മൾ വീതിച്ച് കൊടുക്കണം. എയ്ക്ക് വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്, 4,100 ഉള്ളത്. 4,100 ഇൻറ്റു എയുടെ 4 ആണ് അല്ലേ, 4 / 10. ഇതിൻ്റെ ടോട്ടൽ 4 3 7 3 10ൻ്റെ ടോട്ടൽ 10 ആണ്. 10 അപ്പോൾ നമുക്ക് 1,640 കിട്ടുന്നു. അടുത്ത് ബിയുടെ നോക്കുക. ബിക്ക് 4,100 വീതിച്ച് കൊടുക്കണം. 4,100 ഇൻറ്റു 3, ബിയുടെ 3 ആണ്, 3 / 10 1,230. ദെൻ സിക്ക് അതുപോലെ വീതിച്ച് കൊടുക്കും, നമുക്ക് 1,230 കിട്ടുന്നു. ഈ രീതിയിൽ എഴുതുക. എന്ന് വെച്ചാൽ തൊട്ടടുത്ത ലൈനിലേക്ക് എക്സ്പെൻസസ് ഓഫ് എക്സ്, എക്സിൻ്റെയാണ് വീതിച്ച് കൊടുക്കുന്നത്. എക്സ്പെൻസ് ഓഫ് എക്സ് എന്ന് എഴുതുക. പ്രൊപ്പോർഷൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 4:3:3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ രീതിയിൽ അപ്പോർഷൻ ചെയ്യുക. ആ രീതി നമ്മൾ എഴുതുക. ദെൻ അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ ഓവർ ഹെഡ്സ് ആണ് അല്ലേ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈക്ക് 3,640 ആണുള്ളത്. അപ്പോൾ 3,640 നമ്മൾ വീതിക്കണം. അപ്പോൾ നമ്മൾ -3,640 എന്ന് പറഞ്ഞ് എഴുതുക. നമ്മൾ ഈ കോളത്തിന് ഇവിടെ എഴുതേണ്ടത് വൈയുടെയാണ് അല്ലേ, എക്സ്പെൻസസ് ഓഫ് വൈ ആണ്. എക്സ്പെൻസ് ഓഫ് വൈ എന്ന് പറഞ്ഞ് എഴുതുക. വൈയുടെ ബേസ് പറയുന്ന ക്വസ്റ്റിന് പറഞ്ഞത് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ. അപ്പം ഡയറക്റ്റ് വേജസ് എയ്ക്കും ബിക്കും സിക്കും മാത്രമേ നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നുള്ളൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എയ്ക്കും ബിക്കും സിക്കും മാത്രമേ അപ്പോർഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും ഡയറക്റ്റ് വേജസിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുക അല്ലേ. ഡയറക്റ്റ് വേജസ് ഇതാണ്. ഡയറക്റ്റ് വേജസിൻ്റെ പ്രൊപ്പോർഷൻ 7:6:5. 7:6: എയ്ക്ക് ബിക്ക് സിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം 7:6:5 എന്ന് പറയുന്ന അനുപാതം നമ്മൾ എടുക്കുക. നമ്മൾ അനുപാതം ഇവിടെ എഴുതി 7:6
എന്താ 6:5 എന്ന് അനുപാതം. അപ്പോൾ നമുക്ക് വീതിക്കേണ്ടത് എത്രയാണ്? വീതിക്കേണ്ടത് 3640. അപ്പം 3640 ഇൻറ്റു എയുടെ 7 ആണ്. 7 ഡിവൈഡ് ബൈ അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 18 18 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന 1415.55 എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. 1415.5 നമ്മളത് റൗണ്ട് ചെയ്ത് 1416 എഴുതി. നമ്മൾ ബിക്കും അതുപോലെ തന്നെ വീതിച്ച് കൊടുക്കുക. ബിക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ 3640 ഇൻറ്റു ബിയുടെ 6 ആണ്. 6 ഡിവൈഡ് ബൈ 18 എന്ന് പറയുന്നത് 1213.33 വരും. നമ്മൾ 1213 എഴുതുന്നുള്ളൂ. അതുപോലെ തന്നെ സിക്ക് വീതിച്ച് കൊടുക്കും 3640 ഇൻറ്റു ബി സിയുടെ 5 ആണ്. 5 ഡിവൈഡ് ബൈ 18 എന്ന് പറയുന്നത് 1011.11 വരും. നമ്മൾ 1011 എഴുതുന്നുള്ളൂ. ഈ രീതിയിൽ എഴുതുക. ദെൻ ഇവിടെ നമ്മൾ -1 നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. ദെൻ ഇനി എന്ത് ചെയ്യുക? ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ഓവർഹെഡ്സിനെ നമ്മൾ എയ്ക്കും ബിക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ എയ്ക്കും ബിക്കും സിക്കും അപ്പോർഷൻ ചെയ്തു. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ ഓവർഹെഡ്സിനെയും എയ്ക്കും ബിക്കും സിക്കും അപ്പോർഷൻ ചെയ്തു. എന്ന് വെച്ചാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിരിക്കുന്ന ഓവർഹെഡ്സിനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നതിനാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓർ റീ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെയാണ് റീ അപ്പോർഷൻമെൻറ്റ്. ഇനി ചെയ്യേണ്ടത് ഒന്നുകൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുക. നമ്മൾ ടോട്ടൽ ചെയ്യുമ്പം ഈ ടോട്ടൽ കോളം നമ്മൾ ടോട്ടൽ എന്ന് എഴുതണം. ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പം നമ്മൾ ഈ ടോട്ടൽ കോളം അല്ലേ അത് അതേപോലെ തന്നെ ഇങ്ങോട്ട് എഴുതിയിടുക. 27,400. ദെൻ ഇതെല്ലാം കൂടെ കൂട്ടുക. 8,340 പ്ലസ് 1,640 പ്ലസ് 1,416 എന്ന് പറയുന്നത് 11,396. ദെൻ അടുത്ത പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ നേരത്തെ ടോട്ടൽ 6,220 ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടണേ. 6,220 പ്ലസ് എക്സ് തന്നിട്ടുള്ള 1,230 പ്ലസ് വൈയുടെ കിട്ടിയിരിക്കുന്ന 1,213 കൂടെ കൂട്ടുമ്പോൾ 8,663. ദെൻ അതുപോലെ തന്നെ സിയുടെ നോക്കുക. സിയുടെ 5,100 പ്ലസ് 1,230 പ്ലസ് 1,011 എന്ന് പറയുന്നത് 7,341. ഈ രീതിയിൽ നമ്മൾ ടോട്ടൽ ചെയ്യുക. ദെൻ ഇവിടെ 0. ഇവിടെ ടോട്ടൽ ഇവിടെ 4,100 ഇവിടെ -4,100 അല്ലേ. രണ്ടും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ 0 വരും. ദെൻ ഇവിടെ 3,640 ഇവിടെ -3,640 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0 വരും. ഈ രീതി ചെയ്യുക. ഇത്രയാണ് ഇവിടം വരെ. ഈ ടോട്ടൽ ചെയ്യുന്നിടം വരെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ്സ് റേറ്റ് ഫോർ ദ ഈച്ച് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കൂടെ പറയുന്നുണ്ട് അസ്യൂമിങ് ദ ഓവർഹെഡ്സ് ആർ റിക്കവേർഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ഓവർഹെഡ്സ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ വേണം നമ്മൾ റിക്കവർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ്സ് റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണെന്ന് പറയുന്നുള്ളതുകൊണ്ട് നമ്മൾ താഴെ ജസ്റ്റ് ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞ് എഴുതുക. എന്ന് വെച്ചാൽ ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് പിടിക്കേണ്ടതുള്ളൂ. കാരണം ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഓവർഹെഡ്സ് ഇല്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വീതിച്ചുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഓവർഹെഡ്സ് ഇല്ല. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ഇനി ഓവർഹെഡ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് വേജസ് എഴുതുക. ഡയറക്റ്റ് വേജസ് ഓരോ എയുടെ 7,000 ബിയുടെ 6,000 സിയുടെ 5,000 എന്ന് പറഞ്ഞ് എഴുതുക. ദെൻ നമ്മൾ ഇനി എഴുതുക. ഇനി അടുത്ത് എഴുതുക പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ് ഓൺ ഡയറക്റ്റ് വേജസ്. ഓവർഹെഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷനാണ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ എയുടെ കണ്ടുപിടിക്കുക. എയുടെ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ എയുടെ ടോട്ടൽ കണ്ടുപിടിക്കുക. എയുടെ ടോട്ടൽ ഓവർഹെഡ്സ് പറഞ്ഞാൽ 11,396 ആണ്. 11,396 ഡിവൈഡ് ബൈ എയുടെ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് എത്രയാണ്? 7,000 ഇൻറ്റു 100. അതാണ് ഇവിടെ എഴുതുക. 11,396 ഡിവൈഡ് ബൈ എയുടെ ഡയറക്റ്റ് വേജസ് 7,000 ഇൻറ്റു 100 നമുക്ക് കിട്ടുന്ന 162.87% കിട്ടും. ബിയുടെ അതുപോലെ കണ്ടുപിടിക്കുക. ബിയുടെ ഓവർഹെഡ്സ് അല്ലേ. ബിയുടെ ഓവർഹെഡ്സ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 ആണ്. ബിയുടെ ഇത് പറയുന്നത് ടോട്ടൽ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 8,663 ആണ്. 8,663 ഡിവൈഡ് ബൈ ബിയുടെ ടോട്ടൽ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 6,000 ആണ്. 6,000 ഇൻറ്റു 100 ആണ് ബിയുടെ. 8,663 ഡിവൈഡ് ബൈ 6,000 ഇൻറ്റു 100 144%. സിയുടെ കണ്ടുപിടിക്കുന്നത് 7,000. സിയുടെ ടോട്ടൽ ഓവർഹെഡ്സ് 7,341 ആണ്. ഇവിടെ നോക്കുക 7,341 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് 5,000 ആണ്. 5,000 ഇൻറ്റു 100 144.
56.8%. ഇങ്ങനെയാണ്. ഇത് അഡീഷണൽ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് റേറ്റ് അഡീഷണൽ ആയിട്ട് ക്വസ്റ്റിന് തരുന്നതാണ്. എല്ലാ ക്വസ്റ്റിനും തരണമെന്നൊന്നുമില്ല. നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ടോട്ടൽ വരെ കണ്ടുപിടിച്ചാൽ മതി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അഡീഷണൽ ഓരോ ക്വസ്റ്റിന് തരുന്നത് അനുസരിച്ചാണ് നമ്മൾ അഡീഷണൽ എഴുതുന്നത്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ബേസും പറയുന്നുണ്ട്. ബേസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വന്നത്. ആ ബേസ് ഡയറക്റ്റ് വേജസ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് വേജസ് ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞ് വരുന്നത്. ഈ ഇക്വേഷൻ ജസ്റ്റ് ഓർത്തിരിക്കുക. പെർസെൻറ്റേജ് ഓഫ് ഓവർ ഹെഡ്സ് ഓൺ ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ.